ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഇന്നൊരു കുഞ്ഞി റാൻഡം വ്ളോഗാണ്. കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒരു അധ്യയന വർഷം കൂടി കഴിഞ്ഞു, അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ അക്കാഡമിക് ഇയർ കഴിയണത് ഒരു മാർച്ച് മിഡോട് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജിക്കൂട്ടൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു. അങ്ങനെ സ്കൂളിൽ കുറച്ച് ദിവസം കൂടി ചുമ്മാ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റും ഒക്കെ പോലെ. അപ്പോൾ അങ്ങനെ അവസാനത്തെ ദിവസം അവരുടെ സ്കൂളിൽ ഒരു പിക്നിക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിക്നിക്കിൻ്റെ ദിവസം അവന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ ഡെയ്സോന്ന് മേടിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താഴെയും ഇങ്ങനെ ഒരു സെക്ഷൻ ഉള്ളത് നന്നായിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഫുഡൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ഈ ഒരു കവറിലാക്കിയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോഴായാലും കുറച്ച് ഫുഡൊക്കെ കുട്ടികൾക്ക് മാത്രമൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിക്നിക്കിൻ്റെ ഡേറ്റ് അറിഞ്ഞപ്പോൾ തലേദിവസം പോയിട്ട് ഇങ്ങനെ ജ്യൂസ്, പിന്നെ പ്രോട്ടീൻ ബാർ പോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ജോലി തിരക്കുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെയാണ് കേട്ടോ ലഞ്ചായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കുക. പിന്നെ ചിപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, 2 പാക്കറ്റ് സാൻഡ്വിച്ച് മേടിച്ചെങ്കിലും ഒരെണ്ണേ അവൻ കൊണ്ടുപോയുള്ളൂ കേട്ടോ. ഞാൻ വെച്ചിട്ട് പിന്നെ അവൻ്റെ അടുത്ത് പുറത്തേക്ക് വെച്ചു. താഴത്തെ സിബില് ഞാൻ പിക്നിക് ഷീറ്റ് വെച്ചു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഇരിക്കാൻ പാകത്തിനുള്ളൊരു ഷീറ്റാണ്. അപ്പോൾ എല്ലാ കൊല്ലം ആവശ്യമുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ഷീറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് നമ്മുടെ ജിക്കുട്ടൻ യാത്രയായി. 3ാം ക്ലാസ് കഴിഞ്ഞു, ഇനി 4ാം ക്ലാസ്സിലേക്കാണ് കേട്ടോ. കഴിഞ്ഞ ദിവസമാണ് എനിക്ക് എൻ്റെ ഒരു പഴയ വീഡിയോ റെക്കമെൻഡേഷനിൽ ഇങ്ങനെ വന്നത് കേട്ടോ. അതെന്ന് പറയുന്നത് 4 വയസ്സുള്ളപ്പം ജിക്കുവിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തതായിരുന്നു. അപ്പോൾ ജിക്കു തന്നെയാണ് ആ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത്. എ ഡേ ഇൻ മൈ ലൈഫ് ഓഫ് എ ജാപ്പനീസ് കിൻഡർ ഗാർഡൻ പോയെന്ന് പറഞ്ഞിട്ട്. അയ്യോ, ഞാനതൊക്കെ മറന്നിരിക്കുകയായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ദിവസങ്ങളും വർഷങ്ങളൊക്കെ പറന്നാണ് പോകുന്നത്. പിള്ളേരൊക്കെ അതേ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ടപ്പേന്ന് വലുതാവാണ് അല്ലേ. അപ്പോൾ കാണുമ്പോൾ ചെറിയൊരു വിഷമൊക്കെ ഉണ്ട്. എന്നാലും ബാക്കി വന്ന സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. പകുതി ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഷേക്ക്. പിന്നെ ജിക്കുട്ടൻ ബാക്കി വെച്ച് പോയതാണ് ഈ ഒരു സാൻഡ്വിച്ച്. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു. നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ സാൻഡ്വിച്ചാണ് കേട്ടോ. അത് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ഉള്ളിലൊരു ഫില്ലിംഗ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ബ്രെഡ് കഴിച്ചിട്ടേ നാട്ടിൽ വന്ന് കഴിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടുത്തെ ഭയങ്കര സോഫ്റ്റാണേ. എനിക്ക് ഡിന്നറിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കനൊക്കെ മേടിക്കാനുണ്ട്. അപ്പം നമുക്ക് ഷോപ്പിലേക്ക് പോവാം. നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഗസ്റ്റ് വന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, ഒത്തിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. എന്തായാലും നമ്മൾ സാധാരണ പോണ ഓക്കെ സ്റ്റോറിലൊന്നുമല്ല നമ്മളിന്ന് പോകണത്. നമ്മളിന്ന് ബെൽക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ് കേട്ടോ പോണത്. അവിടെ ചിക്കന് കുറച്ച് വലിയ പാക്കറ്റിന് ഇത്തിരി റേറ്റ് കുറവൊക്കെ ആയിട്ട് തോന്നി. അപ്പം നമുക്ക് എന്തായാലും അവിടെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മളിതേ ലിഫ്റ്റൊക്കെ ഇറങ്ങി നമ്മുടെ സൈക്കിൾ പാർക്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈക്കിളിൻ്റെ വീഡിയോ കാണിച്ചപ്പോഴേ നമ്മൾ കിച്ചുക്കുട്ടൻ ഈ കവറിൻ്റെ ഉള്ളിൽ ഇരിക്കണ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് കമൻസ് ഒക്കെ ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ടെങ്കിൽ ശ്വാസം കിട്ടുമെന്ന്. ശ്വാസമൊക്കെ കിട്ടും കേട്ടോ. അവിടെ സൈഡിലത് അവന് ഇങ്ങനെ എയർ സർക്കുലേഷനുള്ള ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട്. പിന്നെ മഴയൊന്നും ഒട്ടും കൊള്ളൂല, നല്ല സൗകര്യമാണ് കേട്ടോ ഇതിൽ. അമ്മയ്ക്ക് ഒരു റെയിൻകോട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് രണ്ടാൾക്ക് നല്ല മഴയത്ത് പോകാം. പിന്നെ തണുപ്പ് സമയത്തൊക്കെ ഒട്ടും തണുപ്പും കാറ്റൊന്നും അടിക്കില്ല. അങ്ങനെ നമ്മളെ വീടിൻ്റെ ബാക്കിലത്തെ വഴി കൂടെ നമ്മളിങ്ങനെ സൈക്കിളിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു പ്ലാനിങ്ങിൻ്റെ കുറവ് എനിക്ക് നല്ല പോലെ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്ക് എന്ന് വെച്ചാൽ 1-2 ദിവസം ഞാൻ കടയിൽ പോവാം, എന്നാലും വീട്ടിലൊരു സാധനം ഉണ്ടാവില്ല. എന്തെങ്കിലും ചോദിച്ചാൽ വീട്ടിലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ ചോദിക്കും, നീ അല്ലേ ഇന്നലെ കടയിൽ പോയെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ പോയി എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരും, പിന്നെയും പോകും. അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്കിതൊക്കെ തന്നെ പണി. അനാവശ്യമായിട്ട് ഒത്തിരി സാധനങ്ങൾ മേടിക്കണ കൂട്ടത്തിലൊന്നല്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും ഏത് കടയിലാണ് ഇന്നതാണ് നല്ലത് എന്നൊക്കെ നോക്കി ഞാൻ തപ്പിത്തെരഞ്ഞൊക്കെ മേടിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരു കടയിൽ പോയി എനിക്ക് എല്ലാം വേണമെങ്കിൽ മേടിക്കാമല്ലോ. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ പഴത്തിന് 99 yen മാത്രമേ ഉള്ളൂ. പഴത്തിന് വലിപ്പം വളരെ കുറവാണ് കേട്ടോ. എന്നാലും കണ്ടപ്പോൾ ഞാൻ എടുത്തു. ഓരോ ദിവസം കടയിൽ പോകുമ്പോഴും ഓരോ വിലയാണ് കേട്ടോ സാധനങ്ങൾക്ക്. വിലക്കയറ്റെന്ന് വെച്ചാൽ അങ്ങനെയാണ് വില കൂടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്ക്. പിന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ സാധനങ്ങൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് മുന്തിരി മേടിച്ചാൽ 2 പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ 2 പ്രാവശ്യം കഴിക്കാൻ ഉണ്ടായാലായി. അത്രയേ ഉള്ളൂ കേട്ടോ ക്വാണ്ടിറ്റി. ഇപ്പോൾ ഈ ഒരു അവക്കാഡോയുടെ വിലയാണ് 99 yen. അതിവിടെ ഏറ്റവും കുറഞ്ഞ വിലയാണ് കേട്ടോ. വേറൊരു കടയിൽ 250 വരെയൊക്കെ എത്താറുണ്ട് ഒരെണ്ണത്തിൻ്റെ വില. അതൊന്നും നമുക്ക് തീരെ അങ്ങനെ എപ്പോഴും മേടിക്കാനൊന്നും മുതലാവണ കാര്യമല്ല. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു. അങ്ങനെ നമ്മൾ മീറ്റിൻ്റെ സെക്ഷനിലെത്തി. അപ്പോൾ പലരുടെയും ഒരു വിചാരമാണെന്ന് തോന്നണു, അങ്ങനെ ജപ്പാൻകാർ പാമ്പിനെയും പാറ്റേനെയും എലീനെയും ഒക്കെ തിന്നുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മളിവിടെ സാധാരണ ചിക്കനും പോർക്കും ബീഫും ഒക്കെ തന്നെയാണ് കാണുന്നുള്ളൂ. അതിന് തന്നെ പല രൂപത്തിൽ കാണാം. ചില മാരിനേറ്റ് ചെയ്തിട്ടും പല ആവശ്യങ്ങൾക്ക് പല തരത്തിലുള്ള കട്ടിങ് കാണാം, പല സീസണിങ്ങിലുള്ളത് കാണാം. പിന്നെ അവർ കഴിക്കണ രീതിയൊക്കെ നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ്. അത്രേ ഉള്ളൂ കേട്ടോ.
എന്തായാലും ഞാനൊരു പാക്കറ്റ് ചിക്കൻ എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തത് മേടിക്കണത് നഷ്ടമാണ്, എന്നാലും ഞാൻ അങ്ങനെ മേടിച്ചു. പിന്നെ അതാ ഒരു ഡോറേമോൻ്റെ ഐസ്ക്രീം കണ്ടോ, കാണാൻ നല്ല ഉണ്ട്. ട്രൈ ചെയ്യണമെങ്കിൽ പറയൂ കേട്ടോ, നമുക്ക് എപ്പോഴെങ്കിലും പോയി മേടിച്ച് നമുക്ക് ഷോർട്ട് വീഡിയോയിൽ ട്രൈ ചെയ്യാം. അങ്ങനെ പിന്നെ ഒരു പാല് പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചുമ്മാ അങ്ങനെ കറങ്ങി നടന്നു വെച്ചാൽ സാധാരണ പോണ ഷോപ്പല്ലല്ലോ, അതുകൊണ്ട് തന്നെ പുതിയതൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന്. ഇതൊക്കെ 99 സ്നാക്ക് ഐറ്റംസ് ആണ് കേട്ടോ. എനിക്കെന്തോ ട്രൈ ചെയ്യാനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. എല്ലാ സാധനങ്ങളും മേടിച്ചു. തിരിച്ച് കാർട്ട് അതിൻ്റെ സ്ഥാനത്ത് തന്നെ കൊണ്ടുവച്ചിട്ട് നമ്മളിതാ വീട്ടിലേക്ക് എത്തി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് രാത്രിയിലേക്ക് ഒത്തിരി പണികളുണ്ട്, കുക്ക് ചെയ്യാനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ എനിക്ക് ഇന്ന് പുറത്തേക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയപ്പോൾ ബാൽക്കണി ക്ലീൻ ആക്കാൻ നല്ലൊരു മൂഡ് കേട്ടോ. ഒരു വലിയ വേസ്റ്റ് ബിൻ നിറച്ച് ഞാൻ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തൊട്ട് താഴെയാണ് ഗോമിയൊക്കെ കളയണ സ്ഥലം. എന്നാലും അത് കൊണ്ട് കളയാൻ മടിച്ചിട്ടേ, നോർമൽ ബേണബിൾ വേസ്റ്റ് ഒക്കെ ഇടയ്ക്ക് കൊണ്ട് കളയും, പക്ഷെ അതിൽ പ്ലാസ്റ്റിക് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് കളയേണ്ട മടിക്ക് ഞാൻ ഒന്നിച്ച് കൂട്ടി വെച്ചു. ഇപ്പം അതിൻ്റെ ക്യാപ്പൊക്കെ റിമൂവ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ ഗ്ലാസ് ബോട്ടിലും ക്യാനും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാതും നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് കൊണ്ടു കളയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അമ്മ പോയപ്പോൾ തുടങ്ങിയിട്ട് ഇവിടെ ചെടി ഒന്നും വലിയ കാര്യമായിട്ട് നോട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വിൻ്റർ ആയിരുന്നല്ലോ, അപ്പോൾ ഒന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ വേപ്പും ആകെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ്. എല്ലാ വിൻ്ററിലും ഇലയൊക്കെ കൊഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച്, പിന്നെ ഒരു പനിക്കൂർക്കയുടെ ചെടി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് ഒടിച്ച് വേറെ ചട്ടികൾക്കൊക്കെ നട്ടു. സത്യം പറയാലോ, ഞാനങ്ങനെ ചെടീനെ സ്നേഹിക്കുന്ന ആളേ അല്ല. പക്ഷേ എനിക്ക് ബാൽക്കണിയൊക്കെ ക്ലീൻ ആക്കി ഒന്ന് വൃത്തിയാക്കിയപ്പോൾ എനിക്ക് ചെടി നടാനൊക്കെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്. എന്താവും അറിയില്ല കേട്ടോ. അങ്ങനെ ഫുൾ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോയി കുളിച്ച് ഹെയർ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെയർ ഡ്രയർ ഒന്നും ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ ഡെയിലി. പക്ഷേ എനിക്ക് ഇങ്ങനെ നനഞ്ഞ മുടി ഇങ്ങനെ കാണുന്നതേ ഇഷ്ടമല്ല, അങ്ങനെ മേത്ത് തട്ടണതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് അത്യാവശ്യം പെട്ടെന്ന് തന്നെ കിച്ചണിലൊക്കെ കയറി കുറച്ച് പണികളും പിന്നെ വീട്ടിൽ ഫ്രണ്ട്സൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വേഗം മുടി ഉണക്കിയതാണ്. അല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ തലയിൽ ടവൽ കെട്ടി വെച്ചിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും നടക്കും. ഞാൻ സാമ്പാർ വെക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ദോശയ്ക്കും ഇഡ്ഡലിക്കുള്ള മാവ് അരച്ചിട്ടുണ്ട്. അപ്പം പിറ്റേ ദിവസം രാവിലേക്ക് സുഖമായല്ലോ, അപ്പോൾ ആ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെക്കുകയാണ്. അപ്പോൾ രാത്രി ഡിന്നറിന് ചപ്പാത്തി, ചിക്കൻ കറി, ദാല് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ആശീർവാദിൻ്റെ 5 കിലോ ആയിട്ട് മേടിക്കും. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ സ്റ്റീലിൻ്റെ ടിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ട് വെച്ചാൽ കുഴപ്പമില്ല. അധികം ടൈറ്റ് ഇല്ലാത്ത ബോക്സിൽ ഈ പൊടിയൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ചപ്പാത്തി ഭയങ്കര ഹാർഡാവണ പോലെ തോന്നും. പൊടി ഇങ്ങനെ കേടായിട്ടാണോ തോന്നുന്നു, എനിക്കറിയില്ല. കേടായിട്ടല്ല, എന്തോ അതിൻ്റെ ഫ്രഷ്നെസ് പോയിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഒക്കെ റെഡിയാക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ചേട്ടൻ പിന്നെയും കടയിലേക്ക് പോവാണ് കേട്ടോ. അതാണല്ലോ, പിന്നെ ഇന്ത്യൻ സ്റ്റോറിൽ പോയി മേടിക്കേണ്ട സാധനങ്ങൾ അവിടെ നിന്ന് തന്നെ പോയാലേ കിട്ടുള്ളൂ. അങ്ങനെയാണ്, ഓരോ കാര്യത്തിനും ഓരോ കടയിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ പുറത്തുള്ള വ്യൂ ആണത്. നല്ല ഭംഗിയില്ലേ കാണാൻ. വൈകുന്നേരം ആയപ്പോൾ എല്ലാ ലൈറ്റും ഒക്കെ തെളിഞ്ഞിട്ട് കുറച്ച് ദിവസം അടുപ്പിച്ച് നല്ല രീതിയിലൊക്കെ വീഡിയോ ഇടുമ്പോൾ തോന്നും ഹായ് സുഖമാണല്ലോ, എന്നും ഇതേപോലെ ഇടണം എന്നൊക്കെ പ്ലാൻ ചെയ്യും കേട്ടോ. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഫുൾ ടൈം ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണ പോലെ ഒരു ഫീലാണ് ചില ദിവസങ്ങളിലൊക്കെ കേട്ടോ. അപ്പോൾ പണി വന്നുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ നമ്മുടെ ജിക്കൂട്ടനും കിച്ചൂട്ടനും വീട്ടിലുണ്ടല്ലോ, അപ്പോൾ ഞാനിങ്ങനെ മാറിപ്പോയിരുന്ന എനിക്ക് ഒറ്റയ്ക്ക് ഒരു സ്പേസ് വീഡിയോ എടുക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ അവരുടെ കൂടെയും പിന്നെ വീഡിയോ എടുക്കൽ നടക്കില്ല, എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ അവർ വീട്ടിലുണ്ടായി എനിക്ക് പണി കൂടുതലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ചിക്കൻ കറി ഒരു കണക്കിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചപ്പാത്തി ഓൾമോസ്റ്റ് ചുട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പം നമ്മുടെ ചേട്ടൻ വെജിറ്റേറിയൻ ആണല്ലോ, നമ്മുടെ ചിക്കൻ കറി കഴിക്കൂല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു ദാൽ ഫ്രൈ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ദാൽ ഫ്രൈയും ചപ്പാത്തിയും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതും സെറ്റാക്കി. ഇപ്പം നമ്മുടെ ജിക്കൂട്ടിന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. സ്വിമ്മിങ്ങിന് പോയിരുന്നു, അതും നിർത്തി. കരാട്ടയും ഇല്ല, ഒന്നുമില്ല കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മുടെ ആൽത്തറ ഫുട്ബോൾസിൻ്റെ ഒരു ക്യാമ്പയിൻ പോലെ നമ്മുടെ ഏരിയയിൽ വന്നത്. അപ്പോൾ ഈ ഏരിയയിൽ കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എൻറോൾ ചെയ്തിട്ട് ഇവിടെ ക്ലാസ്സൊക്കെ സെറ്റപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കണത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ കുറച്ച് നാളൊരു ഫ്രീ ക്ലാസ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജിക്കുവാണ് ആദ്യം ചേർന്നത്, പിന്നെ കിച്ചു കാണാൻ പോയതാണ്. അപ്പോൾ 4 വയസ്സുള്ള കുട്ടിക്കും പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ കിച്ചു പോയി തുടങ്ങി. ഇപ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടാൾക്കും. എത്ര നാളത്തേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.